പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധ, എന്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്ന് നീ പണി ചെയ്തു. കല്യാണം കുട്ടികളല്ലട വേലായുധ, കല്യാണം കുട്ടികളല്ലട വേലായുധ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ. അവസാനം വരെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കുറവ് പോലെ തോന്നുന്നുണ്ടാ? ഉണ്ടോ? എന്നാ എനിക്ക് തോന്നുന്നു കേട്ടാ. ഇങ്ങനെ വലിഞ്ഞ് കാരി വരുന്ന നമ്മൾ ധ്യാനൂസിനെ കാണുന്നില്ല അല്ലേ? അതുപോലെ ഒന്നും മിണ്ടാതെ കുത്തനെ നിന്ന് വെള്ളം ഒഴുകുന്ന ജിത്തിനെ കാണുന്നില്ല അല്ലേ? അപ്പോൾ രണ്ടാളും ഇല്ല കേട്ടോ ഇവിടെ. രണ്ടാളും എവിടെ പോയിട്ടാന്ന് വെച്ചാൽ വയനാട്ടിൽ പോയിട്ടാണല്ലേ. അപ്പോൾ ഞാൻ മാത്രം എടുത്താ. അപ്പോൾ അമ്മയില്ല, അമ്മ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അങ്ങോട്ട് പോയിനാ. അപ്പോൾ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ള വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ചെയ്തിട്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ ആയി. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ വെയിലിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലാട്ടോ നമ്മൾ. ഇവിടെയൊക്കെ നമുക്കെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല രീതിയിലുള്ള വെയിലാണ്. നല്ല രീതിയിലുള്ള വെയിലായതുകൊണ്ട് തന്നെ പണിസ്ഥലത്ത് നിന്ന് നമ്മൾ വാടി തളർന്നിട്ടാട്ടോ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഇപ്പോൾ പണിയും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഓർക്കുന്നത് കുറേ ദിവസമായില്ല വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് മുറ്റത്ത് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് ജിത്തേനെ ധ്യാനൂസിനെ കാര്യം പറയണമെന്ന് വെച്ച്. അപ്പോൾ അതും പറഞ്ഞു. പിന്നെ നമ്മളെ ഗാർഡനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വീണ്ടും വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. കാരണം അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുറച്ച് ഉത്സവത്തിന് വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. അതിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒടുവിൽ ഇന്നാണ് അതിനൊരു വീഡിയോ എടുക്കാനായിട്ട് ഒരു സമയം കിട്ടിയേട്ടാ. അതിലിടയിൽ നമ്മൾ പണ്ട് ഞാനും ജിത്തിയും അതുപോലെ ധ്യാനൂസും ഒക്കെ നമ്മളെ അനിയൻ്റെ ഒരു എൻഗേജ്മെൻറ്റിന് കണ്ണൂർ പോയിരുന്നത്. അന്നൊരു വീഡിയോ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ തട്ടിക്കൂട്ടി എന്താക്കിയിട്ട് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ചെയ്താണ്. അപ്പോൾ ഇന്ന് നമ്മളെ സാധാരണ പോലെയുള്ള നമ്മളെ പണ്ടത്തെ പോലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ കോലും തൂക്കി നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടാ. അമ്മ പശുവിനെ കറന്ന് നേരെ വരുന്നുണ്ടാ. ഇങ്ങനെ മന്ദം വരുന്നുണ്ട് എന്താ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഇപ്പോൾ ജിത്തിയും ധ്യാനൂസും ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഞാൻ പണിസ്ഥലത്തുള്ള സമയത്ത് പിന്നെ ഒരു ഫോൺ വന്നു. ഇങ്ങനെ എനിക്ക് തീരെ വയ്യ, തലകറങ്ങുന്നു പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ച് ജിത്യ. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്നില്ല. ഞാനൊക്കെയാണെങ്കിൽ അന്ന് സൈറ്റിൽ കോൺക്രീറ്റ് ആട്ടാ. അപ്പോൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നില്ല. ഞാൻ നേരെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനെ വിളിച്ച്. അപ്പോൾ ഇവിടെ അങ്ങനെ ജിറ്റയ്ക്ക് സുഖമില്ല, ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ബ്ലഡിൻ്റെ കുറവുണ്ട്, അയണിൻ്റെ കുറവുണ്ട്, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവുണ്ട്, പ്രഷർ കുറവുണ്ട്, പിന്നെ കാൽസ്യം കുറവുണ്ട്. അങ്ങനെ കുറേ കുറവ് മാത്രം, കൂടുതലൊന്നുമില്ല. എല്ലാം കുറവ്. അപ്പോൾ ഡോക്ടർ നീട്ടി വലിച്ചൊരു ഷീട്ട് എഴുതി. കുറേ ഗുളികയും കൊടുത്ത് ഡോക്ടർ പറഞ്ഞു പിന്നെ ഒരു 2 ആഴ്ച റെസ്റ്റ് വേണം. അങ്ങനെ 2 ആഴ്ച റെസ്റ്റ് എടുക്കാനായിട്ട് നേരെ എങ്ങോട്ട് പോയി, വയനാട്ടിലേക്ക് പോയി. അപ്പോൾ വയനാട്ടിൽ പോകുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വയനാട്ടിൽ പോകുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പണിയും കഴിഞ്ഞ് ഞാൻ എത്തിയത് വൈകുന്നേരം 5:30 മണിക്കാട്ടോ. 5:30 മണിക്ക് പണിയും കഴിഞ്ഞ് എത്തി. പിന്നെ കുളിച്ച് ഒരുങ്ങി പിടിച്ച് പോകുമ്പോഴേക്ക് 6:30 മണിയായി. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്കുന്ന മാനന്തവാടി ആനേൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അടിച്ച് മിനിച്ച് വിട്ടാട്ടോ. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. എന്താ പറയുക, ജസ്റ്റ് ഒരു ചായ പിടിക്കാൻ മാത്രം ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അതുകൊണ്ടാണ് പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വീട്ടിലല്ല ജിത്തിയല്ല, നേരെ അവളെ വീട്ടിലായിട്ടുള്ള നിത്യയും ധ്യാനൂസും. അതുകൊണ്ടാണ് അവർ രണ്ടാളുടെയും ഒരു മൈനസ് നമ്മളെ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാലേ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ വീടിന് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഗാർഡനിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിളിക്കൂട് വെച്ചിട്ടുണ്ട്, ഒരു കിളിയിൽ. അപ്പോൾ ആ കിളി ഇപ്പോൾ മുട്ട വിരിഞ്ഞെന്ന് തോന്നുന്നു. കാരണം ഇന്ന് രാവിലെ ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് കീ എന്നുള്ള സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുന്നില്ല. ഞാൻ രാവിലെ പല്ല് തേച്ച് ഇറങ്ങുന്ന സമയത്ത് കീ എന്നുള്ള സൗണ്ട് കേട്ടായിരുന്നു. ഇപ്പോൾ അത് കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിശേഷങ്ങൾ നോക്കണം. അതുപോലെ പിന്നെ നമ്മളെ പോണ്ടിൽ ഇഷ്ടം പോലെ ഗപ്പി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ശത്രുവായിട്ട് ഒരു കൊച്ച വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് മൂപ്പര പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ നെറ്റിൻ്റെ ഉള്ളിൽ കൂടി കുഞ്ഞുങ്ങളെ കൊത്തി കൊണ്ടുപോകാനാണ് പരിപാടി. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്ത് മറ്റാരുമല്ല, ഞാനും ജിത്തയും കൂടി മാത്രം ചെയ്താട്ടോ. ലേബേഴ്സിനൊന്നും വിളിച്ചിട്ടില്ല, ഞാനും ജിത്തയും കൂടി തന്നെ അടിച്ച് മിന്നിച്ചങ്ങോട്ട് അടിച്ചു വൈറ്റ് വാഷ്. അപ്പോൾ അതിൻ്റെ കുറേ പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും അത്യാവശ്യം പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമായിട്ടാണ് ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചം വരുതാ ഈ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന. ആദ്യം ഇതൊരു മുന്തിരിയുടെ കളറായിരുന്നു, ഈ ഒരു ഇവിടെ ഈ ഞൊറിക്കൊക്കെ ഉള്ള. ഇപ്പം നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റിലേക്ക് ഫുള്ള് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനല് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതായിരുന്നു ചതിൽ പിടിച്ചിട്ടില്ലായിരുന്നു നമുക്ക് പെയിൻ്റ് അടിക്കണം എന്ന് എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നതായിരുന്നു. അപ്പോൾ അതും ഫുള്ള് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ താഴത്ത് ഇത് ഈ ഒരു പോള മൊത്തം മാറണം കേട്ടോ, പാളി മൊത്തം മാറണം. അതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇപ്പം കിടക്കുന്നുണ്ട്. ഈ സൈഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തിയായി. എന്നാ അതുപോലെ മച്ചമരം നമ്മളെ മലബാർ ഏരിയയിൽ നടക്കുന്ന ഒരു മറ്റൊരു സംഭവം കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. ഇതെന്താ സംഭവം എന്നറിയാം, അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് തന്നിരിക്കുന്ന ആൾക്കാർ തന്നിരിക്കുന്ന പൈസ ആട്ടോ ഇതിങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെക്കും, കണ്ടോ? ഇങ്ങനെ ഓരോരുത്തരുടെ പേരും നമ്മളിങ്ങനെ എഴുതി വെക്കും. ഇങ്ങനെ ഈ മൊത്തം ഇത്രയും ആൾക്കാർ നമുക്ക് പൈസ തന്നട്ടാ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് വെച്ചാൽ ഓരോ കല്യാണം പറയുന്ന സമയത്ത് അവരത്തെ ആ തന്നെന്ന് ഇവിടെ നമ്മൾ നോക്കിയിട്ട് തിരിച്ച് റിട്ടേൺ കൊടുക്കണം കേട്ടോ. റിട്ടേൺ കൊടുക്കുമ്പോൾ അവരിപ്പോൾ പിന്നെ 1000 1500 തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 2000 ആക്കി തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ 3000 ആക്കി തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ ആ ഒരു രീതി നല്ല സൗകര്യമുള്ള സംഭവം കേട്ടോ. നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായമായിരിക്കും കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പിന്നെ പറഞ്ഞ നമ്മൾ കിളിയുടെ കൂടെ കേട്ടോ. ഇവിടെ കിളി അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്, കൊക്ക് മാത്രം പുറത്ത് കാണുന്നു കേട്ടോ, നമുക്ക് പുറത്ത് കാണുന്നുണ്ട്. പിന്നെ നമ്മളെ ഗപ്പി കുഞ്ഞുങ്ങൾ ഫുള്ള് ഓടി നടക്കാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ ഇതാ ഓടുന്നുണ്ടാ, ഓടി കളിക്കുന്നത് ഇത്ര വലുതായിട്ടാ. അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ മോളീസിൻ്റെ കുഞ്ഞുങ്ങളും വലുതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ നമ്മളെ വില്ലനായിട്ട് നമുക്ക് കൊച്ച ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചു പോകുന്നുണ്ട്. അതെന്തായാലും തടയണം. അതുപോലെ നമ്മൾ ബോർഡറായിട്ട് വെച്ച സംഭവങ്ങളൊക്കെ ഫുള്ള് സെറ്റായി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഫുള്ള് വളർന്ന് സെറ്റപ്പായി വരുന്നുണ്ട്. പൂവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷം. പിന്നെ ചൂടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഒരു ചെടി കണ്ടെങ്കിൽ ഇത് കൊട്ട പോലെ കിടക്കുന്ന ചെടിയാണ്. ഇത് നോക്ക് പാടി തളർന്നു പോയി. ഇതാ കള്ളത്തരം പറയലമ്മേ. ഇത് നോക്ക്, ഇതിങ്ങനെ വാടി തളരണ്ടിക്കെങ്കിൽ ഇത് ഇന്നലെ നനച്ചിട്ടുണ്ടാവില്ല, ഇന്നലെ നനക്കാൻ വിട്ടു വേണ്ടായിരിക്കും. ഇത് ഇങ്ങനെ വാടി തളർന്നു പോയി. കാരണം ഇതിന്റെ കൂട്ടത്തിൽ ഇന്ന് രാവിലെ ഇതാ ഈ സെയിം സാധനം കേട്ടോ, അത് വെയിൽ കൊണ്ടിട്ടാണ് എന്തായേ. ഇതിപ്പോ നനവ് ഇന്ന് രാവിലെ ഞാൻ നനച്ചിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ. ഇപ്പൊ ഞാൻ നനച്ചതാ, ഇപ്പൊ നിങ്ങൾ നനച്ചിട്ടില്ല. ആ വാടി തളർന്നു പോയ സാധനം കേട്ടോ. ഇതൊക്കെ ആ വാടി തളർന്നു പോയതാണ്. അപ്പൊ അതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും കാഠിന്യാണ് നമ്മളെ വെയിലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ ആ വീടിന്റെ അകത്തും നമ്മൾ കുറെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ. കാരണം ഇത് തന്നെ അത്യാവശ്യം ലെങ്തി ആയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അകത്തൊന്നും നമ്മൾ ഇന്ന് പോകുന്നില്ല, പുറത്തെ വിശേഷങ്ങൾ മാത്രമായിട്ട് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്, തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെയുള്ള മറുപടിയാണ് നമ്മൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മളൊരു തുടക്കക്കാരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിഷമോ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇപ്പം പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവരോടുള്ള മറുപടി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എല്ലാ ദിവസങ്ങളും ഈ 2 ആഴ്ചയായിട്ട് ഞാൻ ഒറ്റക്കായിട്ടുള്ള വീഡിയോ ആയിരിക്കും, ഞാനും അമ്മയും അച്ഛനുള്ള വീഡിയോ ആയിരിക്കും. കല്യാണത്തിന് പോകേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അമ്മയും, അതുപോലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കൂടി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടെ നിന്ന് കിളികളിൽ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ക്ലാക്ലാന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞ് വലിപ്പിക്കുന്ന നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.